Hi students, welcome to SR classes. നമ്മൾ റോളിംഗ് മോഷൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാൻ പോവാണ്. റോളിംഗ് മോഷൻ്റെ 4 പാർട്ടിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. നമ്മളതിൻ്റെ അവസാന പാർട്ടിലേക്ക് കിടക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രിക്ഷനെ പറ്റിയാണ്. നമ്മൾ ഇതുവരെ റോളിംഗ് മോഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഫ്രിക്ഷനെ പറ്റി നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രിക്ഷനെ പറ്റി സംസാരിക്കാനാണ്. എങ്ങനെയൊക്കെയാണ് ഫ്രിക്ഷൻ ഒരു റോളിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നു എന്നാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോണത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 ടൈപ്പ് ഫ്രിക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു, കൈനറ്റിക് ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ആദ്യം ഞാൻ കൈനറ്റിക് ഫ്രിക്ഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാരണം കൈനറ്റിക് ഫ്രിക്ഷനെ പറ്റി പറയാൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റാറ്റിക് ഫ്രിക്ഷനെ പറ്റി പറയാനാണ് ആക്ച്വലി ബുദ്ധിമുട്ട്. എങ്ങനെയൊക്കെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് സെക്കൻഡായിട്ട് പറയാം. ആദ്യം നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷനെ പറഞ്ഞ് നിർത്താം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് റോൾ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. റോൾ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻ റോളിംഗ്. റോൾ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് കൈനറ്റിക് ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പണി എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം എപ്പോഴാണ് ഒരു ബോഡിയുടെ മുകളിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക? ഒരു ബോഡിയുടെ മുകളിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ റിലേറ്റീവ് മോഷൻ വേണം അല്ലേ? ആ ബോഡിയും ആ ബോഡിയുള്ള സർഫസും തമ്മിൽ എന്ത് വേണം? റിലേറ്റീവ് മോഷൻ, അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ സ്ലൈഡിങ് ഉള്ളപ്പോഴാണ് എന്ത് ആക്ട് ചെയ്യുക? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ ആക്ട് ചെയ്യുക? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. ഇനി പ്യുവർ റോളിങ്ങിൻ്റെ കേസിൽ നമുക്കറിയാം, പ്യുവർ റോളിങ്ങിൻ്റെ കേസിൽ ദർ ഇസ് നോ സ്ലൈഡിങ് അറ്റ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട്. ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ എന്തില്ല? സ്ലൈഡിങ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട് എന്താക്കി എടുക്കുന്നത്? 0 ആക്കി എടുക്കുന്നത്. അപ്പോൾ അവിടെ സ്ലൈഡിങ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ സ്ലിപ്പിംഗ് ഇല്ലെങ്കിൽ പിന്നെ അവിടെ ആരുണ്ടാവില്ല? കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഫ്രിക്ഷൻ ആരാണ്? static friction, which means that in pure rolling the friction acting will be static friction only. In pure rolling the friction acting will be static friction only. അപ്പോൾ kinetic friction ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? impure rolling. kinetic friction എവിടെയാണ് ആക്ട് ചെയ്യുക? impure rolling. ഓക്കെ അല്ലേ? അപ്പോൾ റോൾ ഓഫ് kinetic friction in impure rolling അതാണ് ഞാൻ പറയാൻ പോകുന്നത്. റോൾ ഓഫ് kinetic friction in impure rolling. എന്താ സംഭവം മനസ്സിലായല്ലോ? പ്യുവർ റോളിംഗ് ആണെങ്കിൽ പിന്നെ അവിടെ സ്ലിപ്പിംഗ് ഇല്ല. therefore there will be no kinetic friction. പ്യുവർ റോളിംഗ് ആണെങ്കിൽ മാത്രമേ ആരുണ്ടാവുള്ളൂ? സ്ലിപ്പിംഗ് ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യൂ. ഇനി സ്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ 2 ടൈപ്പ് സ്ലിപ്പിംഗ് വന്നിട്ടുണ്ടാവും. ഏതൊക്കെയാണ് സ്ലിപ്പിംഗ്? ഫോർവേഡ് സ്ലിപ്പിങ്ങും ബാക്ക്വേർഡ് സ്ലിപ്പിങ്ങും. അപ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. ആദ്യം ഫോർവേഡ് സ്ലിപ്പിംഗ്. ഫോർവേഡ് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ അറിയാം. ഫോർവേഡ് സ്ലിപ്പിംഗ് എന്താ? ഫോർവേഡ് സ്ലിപ്പിംഗിന്റെ കണ്ടീഷൻ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. VCM ഗ്രേറ്റർ ദാൻ എന്തെഴുതാം? ആർ ഒമേഗ എന്ന് എഴുതാം. ഇനി ഞാനിവിടെ ഒരു ഫോർവേഡ് സ്ലിപ്പിങ്ങിന്റെ കേസ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഇതൊരു റോൾ ചെയ്യുന്ന ബോഡി. എങ്ങനെ റോൾ ചെയ്യുന്ന ബോഡിയാണ്? ഫോർവേഡ് സ്ലിപ്പിങ്ങിൽ റോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ്. പ്യുവർ റോളിംഗ് അല്ല, ഫോർവേഡ് സ്ലിപ്പിംഗ് ആണ്. റൈറ്റിലേക്കാണ് റോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഇതാ ഇങ്ങോട്ടാണ്, റൈറ്റിലേക്ക്. ഓക്കെ അല്ലേ? ഇനി പോയിന്റ് ഓഫ് കോൺടാക്റ്റിന്റെ വെലോസിറ്റീസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, പോയിന്റ് ഓഫ് കോൺടാക്ട് വെലോസിറ്റി നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ റൈറ്റിലേക്ക് ആരുണ്ടാവും? VCM ഉണ്ടാവും. അതുപോലെ ലെഫ്റ്റിലേക്ക് ആരുണ്ടാവും? ആർ ഒമേഗ ഉണ്ടാവും. ഡൗട്ട് ഇല്ലല്ലോ? എങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് സ്ലിപ്പിങ്ങിൽ വെലോസിറ്റി മാർക്ക് ചെയ്യാം? ഇനി നമുക്കറിയാം കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പണി എന്താ? റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുക. അതാണ് ആരുടെ പണി? കൈനറ്റിക് ഫ്രിക്ഷൻ പണി. ബോഡി എങ്ങോട്ടാണോ സ്ലിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബോഡി എങ്ങോട്ടാണോ സ്ലൈഡ് ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യാനാണ് ആരുടെ പണി? കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പണി. ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്ലോക്ക് ഒരു ടേബിളിൻ്റെ മുകളിൽ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ആ ബ്ലോക്ക് എങ്ങോട്ടാണോ സ്ലൈഡ് ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുക. അതിൻ്റെ ഒപ്പോസിറ്റാണ് ആരുണ്ടാവുക? കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലാണ് ആര് ആക്ട് ചെയ്യുക? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ പോയിന്റ് ഓഫ് കോൺടാക്റ്റിലെ പോയിന്റിനെ എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാനാണ് ടെൻഡൻസി എന്ന് നോക്കുക. ആ ടെൻഡൻസിയെ ഒപ്പോസ് ചെയ്യാനാണ് ആരുടെ പണി? കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പണി. ഇവിടെ നോക്കിക്കേ, ഏതാ സ്ലിപ്പിംഗ്? ഫോർവേഡ് സ്ലിപ്പിംഗ് ആണ്. ഫോർവേഡ് സ്ലിപ്പിംഗ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പോയിന്റ് ഓഫ് കോൺടാക്ട്, ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് ഞാൻ P എന്ന് വിളിച്ചു. ഈ Pക്ക് എത്ര വെലോസിറ്റി ഉണ്ട്? 2 വെലോസിറ്റി ഉണ്ട്, VCMഉം ആർ ഒമേഗയും. അതിൽ തന്നെ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? VCM ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. VCM ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. ഫോർവേഡ് സ്ലിപ്പിംഗ് അല്ലേ? വിച്ച് മീൻസ് ദാറ്റ് ദിസ് പോയിന്റ് ഓഫ് കോൺടാക്ട് ടെൻഡ്സ് ടു സ്ലിപ്പ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാൻ നോക്കും? ഫോർവേഡ് ഡയറക്ഷനിൽ സ്ലിപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആരെ ആക്ട് ചെയ്യും? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. എങ്ങോട്ട് ആക്ട് ചെയ്യും? ബാക്കിലേക്ക് ആക്ട് ചെയ്യും. വിച്ച് മീൻസ് ദാറ്റ് in this case kinetic friction will act backwards. kinetic friction will act backwards. ഞാൻ FK എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ബാക്കിലേക്ക് ആക്ട് ചെയ്യും. ആ ഫ്രിക്ഷൻ എവിടെ ആക്ട് ചെയ്യുക?
പോയിന്റ് ഓഫ് കോൺടാക്റ്റിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആരും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷനും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ബാക്കിലേക്ക് ആക്ട് ചെയ്യും. FK ഡൗട്ടില്ലല്ലോ. എങ്ങനെയാണ് ബാക്കിലേക്ക് വന്നത് മനസ്സിലായില്ലേ? ഫോർവേഡ് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഇവിടെ VCM ഗ്രേറ്റർ ആയത് കാരണം പോയിന്റ് ഓഫ് കോൺടാക്ട് മുന്നിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. വിച്ച് മീൻസ് ദാറ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ഒപ്പോസ് ദാറ്റ് ടെൻഡൻസി. ദെർഫോർ കൈനറ്റിക് ഫ്രിക്ഷൻ വിൽ ആക്ട് ബാക്ക്വേർഡ്സ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇങ്ങനെ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക നോക്കാം. ഞാൻ ഇതിൻ്റെ റേഡിയസ് വരയ്ക്കാൻ പോവാണ്. ഇതല്ലേ ഇതിൻ്റെ റേഡിയസ്. ഞാനിതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്ത് എന്താക്കി മാറ്റി? ഇതിനെ റേഡിയസ് വെക്ടറാക്കി മാറ്റി. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇത് റേഡിയസ് തന്നെയാണ്. ഞാൻ ഇവിടെ ഫ്രണ്ട് ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ എന്താക്കി മാറ്റി? റേഡിയസ് വെക്ടറാക്കി മാറ്റി. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ ഇതിൻ്റെ മുകളിൽ ഫോഴ്സ്, ഈ റോൾ ചെയ്യുന്ന ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്ത് നോക്കുക. റോൾ ചെയ്യുന്ന ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രിക്ഷൻ ഉണ്ടാവും, അടുത്തത് നോർമൽ റിയാക്ഷൻ മുകളിലേക്ക്, MG താഴേക്ക്. ആ നോർമൽ റിയാക്ഷനും MGക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ദേ കനോട്ട് എക്സേർട്ട് ടോർക്ക് അബൌട്ട് ദി സെൻറ്റർ പോയിന്റ് O. അവർക്ക് O എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല? ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ബോത്ത് ദി ഫോഴ്സസ് വിൽ പാസ് ത്രൂ ദിസ് പോയിന്റ്. അല്ലേ? ആ MGയുടെയും നോർമൽ റിയാക്ഷൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നത് O എന്ന് പറഞ്ഞ പോയിന്റിൽ ആയത് കാരണം അവർക്ക് എന്ത് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല? ആ പോയിന്റിൽ ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പിന്നെ ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമാണ്? നമ്മുടെ ഫ്രിക്ഷന് മാത്രമാണ്. ഓക്കെ അല്ലേ? കാരണം ഫ്രിക്ഷൻ O കൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ഈസ് നോട്ട് പാസിംഗ് ത്രൂ O, വിച്ച് മീൻസ് ദാറ്റ് ഫ്രിക്ഷൻ ക്യാൻ എക്സേർട്ട് എ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ്. ഈ പോയിന്റിൽ ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ടോർക്ക് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ എക്സേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ടോ ഈസ് ഈക്വൽ ടു എന്താ സംഭവം? ടോ ഈസ് ഈക്വൽ ടു I ആൽഫയാണ്. ടോ ഈസ് ഈക്വൽ ടു I ആൽഫ, വിച്ച് മീൻസ് ദാറ്റ് ഒരു ബോഡിയുടെ മുകളിൽ ടോർക്ക് കിട്ടുമ്പോൾ ആ ബോഡിക്ക് എന്ത് കിട്ടും? ആംഗുലാർ ആക്സലറേഷൻ കിട്ടും. അല്ലേ? ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബോഡിയുടെ ഒന്നെങ്കിൽ ആ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി കൂടും, അല്ലെങ്കിൽ ആ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി കുറയും. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം വെലോസിറ്റിയുടെ ചേഞ്ച് ആണ്. അപ്പോൾ ആക്സലറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആംഗുലാർ ആക്സലറേഷൻ ഈ ബോഡിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ എന്ത് കൊടുക്കുന്നുണ്ട്? ടോർക്ക് കൊടുക്കുന്നുണ്ട്. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഫ്രിക്ഷൻ F ആണ് ഫോഴ്സ്, R ആണ് റേഡിയസ് എങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ ആക്ച്വലി ഈ ടോർക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ FR എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ ആക്ച്വലി നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: F × R ഈസ് ഈക്വൽ ടു I ആൽഫ. F × R ഈസ് ഈക്വൽ ടു I ആൽഫ എന്നാണ് നമ്മൾ ആക്ച്വലി ടോർക്ക് ഇക്വേഷൻ എഴുതാം. നമുക്ക് പിന്നെ പറയാം. അടുത്ത 2 പ്രോബ്ലത്തിൽ നമ്മൾ ആക്ച്വലി അത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ദിസ് ഫ്രിക്ഷൻ ക്യാൻ എക്സേർട്ട് എ ടോർക്ക് ഓൺ ദിസ് ബോഡി. ഈ ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബോഡിയുടെ മുകളിൽ ടോർക്ക് കൊടുക്കാൻ പറ്റും. ടോർക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട് എന്താ സംഭവിക്കാന്ന് അറിയോ? നോക്കിക്കേ, ഈ ഫ്രിക്ഷൻ ബാക്കിലേക്കല്ല ആക്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഒരു ബോഡി, ആ ബോഡിയുടെ താഴത്തെ പോയിന്റിൽ നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ബോഡിയുടെ താഴത്തെ പോയിന്റിൽ ഇത് ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിയാണെന്നായിരിക്കും. ഒരു ആക്സിസിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിയാണ്. ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഞാൻ ആ ഇവിടെ താഴത്തെ പോയിന്റിൽ ലെഫ്റ്റിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്യാം? പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ ബോഡി ഇതാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു എന്ന് പറയാൻ കാരണം എന്താ? ബോഡി റൈറ്റിലേക്കാണ് റോൾ ചെയ്യുന്നതെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ അബൌട്ട് ദിസ് ആക്സിസ് ബോഡി ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. ഞാനിതാ ഈ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കല്ലേ, ആ ഡയറക്ഷൻ ഞാനിത് താഴെ ഒരു ഫോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്യാം? ആംഗുലാർ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുക. വിച്ച് മീൻസ് ദാറ്റ് ഡ്യൂ ടു ദി ടോർക്ക് എക്സേർട്ടഡ് ബൈ ദ ഫ്രിക്ഷൻ ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി ബോഡി ഇൻക്രീസസ്. നമുക്കറിയാം ഇനീഷ്യലി എന്തായിരുന്നു കണ്ടീഷൻ? VCM ഗ്രേറ്റർ ദാൻ R ഒമേഗ അല്ലേ? ഇതാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ, ഫോർവേഡ് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷൻ. VCM ഗ്രേറ്റർ ദാൻ R ഒമേഗ. ഇനി ഇവിടെ VCM ഗ്രേറ്റർ ദാൻ R ഒമേഗ എന്നുള്ള കേസിൽ ഇവിടെ ആര് ആക്ട് ചെയ്യാൻ തുടങ്ങും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ കാരണം അയാളുടെ വെലോസിറ്റി എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. വിച്ച് മീൻസ് ദാറ്റ് ഡ്യൂ ടു ദിസ് കൈനറ്റിക് ഫ്രിക്ഷൻ ദ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഓഫ് ദി ബോഡി ഡിക്രീസസ്. ഈ ബോഡിയുടെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. വിച്ച് മീൻസ് ദാറ്റ് വെലോസിറ്റി VCM വിൽ റെഡ്യൂസ്. VCM എന്ത് സംഭവിക്കും? കുറയാൻ തുടങ്ങും. ഇനി ഡ്യൂ ടു ദി ടോർക്ക് എക്സേർട്ടഡ് ബൈ ദി ഫ്രിക്ഷൻ ഒമേഗ വിൽ ഇൻക്രീസ്. ഒമേഗയ്ക്ക് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യം നോക്കിക്കേ, ഇതാണ് VCM, ഇതാണ് R ഒമേഗ. ആദ്യം ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ. VCM കൂടുതലായിരുന്നു, R ഒമേഗ കുറവായിരുന്നു. ഇനി ഫ്രിക്ഷൻ എന്താ ചെയ്യുക? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് VCMനെ കുറയ്ക്കാൻ തുടങ്ങും, ഒമേഗനെ കൂട്ടാൻ തുടങ്ങും. വിച്ച് മീൻസ് ദാറ്റ് VCM ഇങ്ങനെ കുറയും, R ഒമേഗ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇങ്ങനെ കൂടാൻ തുടങ്ങും. ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ VCMഉം R ഒമേഗ എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ഒരു പോയിന്റ് എത്തുമ്പോൾ VCMഉം R ഒമേഗ എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. വിച്ച് മീൻസ് ദാറ്റ് ആഫ്റ്റർ സം ടൈം വി ക്യാൻ
എങ്ങനെ എഴുതാം? വി സി എം ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആർ ഒമേഗ. വി സി എം ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നായി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവം? പിന്നെ അത് ഏത് റോളിംഗ് ആണ്? പ്യുവർ റോളിംഗ് ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഇംപ്യുവർ റോളിംഗ് ആയിരുന്ന ബോഡി ഇപ്പം എന്തായിട്ട് മാറി? പ്യുവർ റോളിംഗ് ആയിട്ട് മാറി. ഇനി പ്യുവർ റോളിംഗ് ആയാൽ എന്താ സംഭവിക്കുക? പ്യുവർ റോളിംഗ് ആയാൽ നിങ്ങൾക്ക് അറിയാം വെലോസിറ്റി ഓഫ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട് വിൽ ബി സീറോ. വെലോസിറ്റി ഓഫ് ദി പോയിന്റ് ഓഫ് കോൺടാക്ട് വിൽ ബി സീറോ, വിച്ച് മീൻസ് ദാറ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് പോയിന്റ് ദർ വിൽ ബി നോ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി. പിന്നെ ആ പോയിന്റിന് ശേഷം ബോഡിയുടെ മുകളിൽ എന്ത് ആക്ട് ചെയ്യില്ല? കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യൂല. മനസ്സിലായോ? ഓക്കെ അല്ലേ? സിമ്പിളാണ്. ഫോർവേഡ് സ്ലിപ്പിംഗ് ആണെങ്കിൽ ഇനീഷ്യലി ബോഡി മുന്നിലേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. അപ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ബാക്കിലേക്ക് ആക്ട് ചെയ്യും. ഇങ്ങനെ ബാക്കിലേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ രണ്ട് പണിയാണ് എടുക്കുക. ഒന്ന് അതിൻ്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി കുറയ്ക്കും. ഒന്ന് അതിൻ്റെ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി കുറയ്ക്കും എന്ന് പറഞ്ഞാൽ വി സി എമ്മിനെ കുറയ്ക്കും. അടുത്തത് അതിൻ്റെ റൊട്ടേഷണൽ വെലോസിറ്റി കൂട്ടും. അപ്പോൾ ട്രാൻസ്ലേഷൻ വെലോസിറ്റി കുറയ്ക്കുന്നതുകൊണ്ടും റൊട്ടേഷൻ വെലോസിറ്റി കൂട്ടുന്നതുകൊണ്ടും എന്താ സംഭവിക്കുക? വി സി എം ഗ്രേറ്റർ ദാൻ ആർ ഒമേഗ എന്നുള്ള കണ്ടീഷനിൽ നിന്ന് വി സി എം ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ എത്തും. അങ്ങനെ ആകുമ്പോൾ ബോഡി എന്തായിട്ട് മാറി? പ്യുവർ റോളിംഗ് ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് റോൾ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻ ഫോർവേഡ് സ്ലിപ്പിംഗ്. ഫോർവേഡ് സ്ലിപ്പിങ്ങിൽ ഇതൊക്കെയാണ് സംഭവിക്കുക. ഡൗട്ടില്ലല്ലോ. ഇനി ബാക്ക്വേർഡ് സ്ലിപ്പിങ്ങിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റും. ഇനി ഞാനൊന്ന് ചിത്രം മാത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി അടുത്തത് ബാക്ക്വേർഡ് സ്ലിപ്പിങ്ങിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. വി സി എം ലെസ് ദാൻ ആർ ഒമേഗ. വി സി എം ആർ ഒമേഗനേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ആർ ഒമേഗ കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ റോൾ ചെയ്യുന്ന ബോഡി വരച്ചിട്ടുണ്ട്. ഇത് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് നടത്തുന്ന ബോഡിയാണേ. ബോഡി ഇതാ റൈറ്റിലേക്ക് തന്നെയാണ് റോൾ ചെയ്യുന്നത്. അയാളുടെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി വി സി എം ആണ്, റൊട്ടേഷൻ വെലോസിറ്റി ഒമേഗയാണ്. ദർഫോർ മുന്നിലേക്ക് വി സി എം ഉണ്ടാവും, ബാക്കിലേക്ക് എന്തുണ്ടാവും? ആർ ഒമേഗ ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഈ കേസിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ആർ ഒമേഗയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ആരെക്കാളും? വി സി എമ്മിനേക്കാളും ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? ആർ ഒമേഗ. വിച്ച് മീൻസ് ദാറ്റ് ദിസ് ബോഡി ടെൻസ് ടു സ്ലിപ്പ് ബാക്ക്വേർഡ്സ്. ഈ ബോഡിക്ക് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാനാണ് ടെൻഡൻസി? ബാക്കിലേക്ക് സ്ലിപ്പ് ചെയ്യാനാണ് ടെൻഡൻസി. വിച്ച് മീൻസ് ദാറ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? മുന്നിലേക്ക് ആക്ട് ചെയ്യും. ദർഫോർ ഈ കേസിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? മുന്നിലേക്കാണ് ആക്ട് ചെയ്യുക. ദർഫോർ കൈനറ്റിക് ഫ്രിക്ഷൻ ഞാൻ വരച്ചാൽ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? മുന്നിലേക്കാണ് ആക്ട് ചെയ്യുക. മുന്നിലേക്കാണ് എഫ് കെ ആക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി ഇവിടെ എഫ് കെൻ്റെ പണി എന്താ? ശ്രദ്ധിച്ചേ, ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത്, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ ഉള്ളത് ആരുടെ ഡയറക്ഷനിലാണ്? ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുടെ ഡയറക്ഷനിലാണ്. നേരത്തെ ഫ്രിക്ഷൻ ഉണ്ടായിരുന്നത് ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ട്രാൻസ്ലേഷണൽ വെലോസിറ്റി കുറയാൻ കാരണം. ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത് ട്രാൻസ്ലേഷണൽ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ്. ദെർഫോർ ഇൻ ദിസ് കേസ് ഫ്രിക്ഷൻ വിൽ ഇൻക്രീസ് ദ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി അല്ലേ? ഫ്രിക്ഷൻ വിൽ ഇൻക്രീസ് ദ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി. ഇനി നോക്കിക്കേ, ഈ ബോഡി അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ റൊട്ടേഷണൽ വെലോസിറ്റി എന്താ ചെയ്യുക? കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്താൽ എന്താ സംഭവിക്കുക? റൊട്ടേഷണൽ വെലോസിറ്റി വിൽ ഡിക്രീസ്. വിച്ച് മീൻസ് ദാറ്റ് ഇൻ ദിസ് കേസ് ഫ്രിക്ഷൻ വിൽ increase the translation velocity and decrease the rotational velocity. ഫ്രിക്ഷൻ എന്താ ചെയ്യുക? ട്രാൻസ്ലേഷൻ വെലോസിറ്റി കുറയ്ക്കുകയും ചെയ്യും, റൊട്ടേഷണൽ വെലോസിറ്റി കൂട്ടുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇനീഷ്യലി നമുക്കറിയാം, ഇനീഷ്യലി വി സി എം ലെസ് ദാൻ ആർ ഒമേഗ ആയിരുന്നു. ഇനി ഫ്രിക്ഷൻ കാരണം വി സി എം കൂടും, ആർ ഒമേഗ എന്താ ചെയ്യുക? കുറയും. ദെർഫോർ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആർ ഒമേഗ, ഇത് വി സി എം. ആർ ഒമേഗ കുറയും, വി സി എം കൂടും. ദെർഫോർ ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ആ കേസിൽ ഇത് വീണ്ടും ഇതായിട്ട് മാറും, പ്യുവർ റോളിംഗ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർവേഡ് സ്ലിപ്പിംഗ് ആണെങ്കിലും ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് ആണെങ്കിലും ഫ്രിക്ഷൻ്റെ പണി എന്താ? ഇംപ്യുവർ റോളിംഗിൽ നിന്ന് ഫ്രിക്ഷൻ എന്തിലേക്ക് മാറ്റും? പ്യുവർ റോളിംഗിലേക്ക് മാറ്റും. പക്ഷേ രണ്ട് രീതിയിലാണ് മാറ്റുന്നത്. ഒരു കേസിൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയെ കൂട്ടുകയാണ് ചെയ്യുക, മറ്റേ കേസിൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റിയെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ആക്ച്വലി ഞാൻ ബാക്ക്വേർഡ് സ്ലിപ്പിങ്ങിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമ്മൾ ചളിയിലൊക്കെ കറങ്ങുന്ന ടയർ അല്ലേ? വണ്ടിയിലൊക്കെ ടയർ. എനിക്കറിയാം, ഒരാൾ ചളിയിൽ നിന്ന് അയാളുടെ വണ്ടി എടുക്കാൻ ശ്രമിക്കുകയാണ്. അത് കുറേ നേരം കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ടയർ ഇങ്ങനെ കറങ്ങും. കുറേ നേരം കറങ്ങുമ്പോൾ വണ്ടി എന്ത് ചെയ്യും? മുന്നോട്ടാണ് മൂവ് ചെയ്ത് റോൾ ചെയ്ത് പോകാൻ തുടങ്ങും. എന്താ സംഭവിക്കുക? അതിങ്ങനെ കറങ്ങുമ്പോൾ ഫ്രിക്ഷൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അയാളുടെ റൊട്ടേഷൻ കുറച്ചിട്ട് അയാൾക്ക് ട്രാൻസ്ലേഷൻ കൊടുക്കാനാണ് ശ്രമിക്കുക അല്ലേ? അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ടയറിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഫ്രിക്ഷൻ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ടയറിൻ്റെ കറങ്ങുന്ന സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ടയർ മുന്നോട്ട് പോകാൻ ടെൻഡൻസി കാണിക്കും. എന്നിട്ട് വി സി എം എസിക്കളുടെ ആർ ഒമേഗ എത്തിക്കഴിഞ്ഞാൽ ടയർ എന്ത് ചെയ്യും? സ്മൂത്തായിട്ട് റോൾ ചെയ്ത് പോകും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് കൈനറ്റിക് ഫ്രിക്ഷനിൽ ഫോർവേഡ് സ്ലിപ്പിങ്ങിലും ബാക്ക്വേർഡ് സ്ലിപ്പിങ്ങിലും ചെയ്യുന്ന പണി. രണ്ട് കേസിലും ഇംപ്യുവർ റോളിങ്ങിൽ നിന്ന് എന്തിലേക്ക് മാറ്റും? പ്യുവർ റോളിങ്ങിലേക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ മാറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റോൾ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻ പ്യുവർ റോളിംഗ്. അപ്പോൾ ഇംപ്യുവർ റോളിങ്ങിലാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ പ്യുവർ റോളിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏതായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഇനി പ്യുവർ റോളിങ്ങിൽ എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്ന കണ്ടീഷൻ ഇല്ല കേട്ടോ. പ്യുവർ റോളിങ്ങിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഫ്രിക്ഷൻ ആയിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. ഇനി എങ്ങനെയാണ് പ്യുവർ റോളിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു
ട്രാൻസ്ലേഷണൽ മോഷനിലാണെങ്കിൽ ഒരു ബോഡിയുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. നമ്മൾ ആ ബോഡിയുടെ മുകളിലുള്ള അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാണ് നോക്കിയാൽ മതി. അപ്ലൈഡ് ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. പക്ഷേ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയുടെ ഫിഗർ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ റോളിംഗ് മോഷനിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത് ആക്ച്വലി പറയാൻ പറ്റുന്നതിന് കാരണം അവിടെ രണ്ട് മോഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കി പറയാൻ പറ്റില്ല. നമ്മളൊരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോർമുലയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫോർമുല എന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു പ്യുവർ റോളിംഗ് നടത്തുന്ന ബോഡി വരയ്ക്കാൻ പോവാണ്. പ്യുവർ റോളിംഗ് നടത്തുന്ന ഒരു ബോഡി ഞാൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഈ ബോഡി വെറുതെ ഇതൊരു ഡിസ്കാണെന്ന് വിചാരിക്കാം. ഒരു ഡിസ്കോ റിങ്ങോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഇവിടെ സർഫസിൽ കിടക്കുന്നുണ്ട്. ഞാനിത് റോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, റോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സെൻറ്റർ പോയിൻ്റ് ഓ. ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു, ലെറ്റ് ദാറ്റ് ഫോഴ്സ് ബി എഫ്. ഡൗട്ടില്ലല്ലോ. ഞാൻ ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരയ്ക്കുന്നുണ്ട്. ഈ ഡോട്ടർ ലൈനാണ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് എക്സ്. ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് എക്സ്. ഡൗട്ടില്ലല്ലോ. ഞാൻ ഇനി ചെയ്യാൻ പോകുമ്പോൾ ഫ്രിക്ഷനെ ഇത് ഫ്രിക്ഷനുള്ള സർഫസാണ്, ഇത് റഫ് സർഫസാണ്, ഫ്രിക്ഷനുള്ള സർഫസാണ്. എങ്ങനെയാണ് ആക്ച്വലി ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് പി എന്ന് മാർക്ക് ചെയ്തു, എങ്ങനെയാണ് ആക്ച്വലി ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് എങ്ങോട്ടാണ് സ്ലിപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി. പോയിന്റ് ഓഫ് കോൺടാക്ടിൻ്റെ സ്ലിപ്പിംഗ് ടെൻഡൻസി എങ്ങോട്ടാണ് നോക്കിയാൽ മതി. നമ്മൾ തൊട്ട് മുന്നേ അങ്ങനെയാണ് ചെയ്തത് അല്ലേ? സ്ലിപ്പിംഗ് ടെൻഡൻസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആക്ട് ചെയ്യുക, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പോയിന്റ് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യുമെന്ന് നോക്കും. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പോയിന്റ് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്ത് നോക്കും. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഫ്രിക്ഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ടാണ്. അവസാനമാണ് നമ്മൾ ഫ്രിക്ഷനെ കൊണ്ടേ ചേർക്കുക. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീ ശരിക്കും ശ്രദ്ധിക്കാം. ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം സെൻറ്റർ പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള രണ്ട് ഫോഴ്സ് പറഞ്ഞാൽ എം ജി നോർമൽ ആക്ഷനും, രണ്ടും കറക്റ്റായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഇനി ശ്രദ്ധിക്കാം, ഈ എഫ് കാരണം ഈ ബോഡിക്ക് എന്ത് കിട്ടും? ഒരു ട്രാൻസ്ലേഷണൽ ആക്സലറേഷൻ കിട്ടും അല്ലേ? ഒരു ബോഡിയുടെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ്, വേറെ ഫോഴ്സ് ഞാൻ വരച്ചിട്ടില്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഫോഴ്സ് കാരണം ഈ ബോഡിക്ക് എന്ത് കിട്ടും? ഒരു ട്രാൻസ്ലേഷണൽ ആക്സലറേഷൻ കിട്ടും. ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. ആ ട്രാൻസ്ലേഷണൽ ആക്സലറേഷനെ ഞാൻ എ ടി എന്ന് എഴുതി. ട്രാൻസ്ലേഷണൽ ആക്സലറേഷൻ ഞാൻ എ ടി എന്ന് എഴുതി. ഫോർ എ ടി ഈസ് ഈക്വൽ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ബൈ എം എന്ന് എഴുതാം. എ ടി ഈസ് ഈക്വൽ ടു എഫ് ബൈ എം, where എഫ് ഇസ് ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് എം ഇസ് ദ മാസ് ഓഫ് ദി ബോഡി. ഓക്കെ അല്ലേ? ഇനി ഈ എഫ് നോക്കിക്കേ. ഈ എഫിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അപ്പുറത്താണ്. വിച്ച് മീൻസ് ദാറ്റ് ദിസ് എഫ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എഫ് ഈസ് നോട്ട് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് ഓ. ലൈൻ ഓഫ് ആക്ഷൻ ഓയിലൂടെ പോയിട്ടില്ലെങ്കിൽ ഈ എഫിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ടോർക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ കൊടുക്കുന്ന ടോർക്ക്, അപ്പോൾ ഈ എഫ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബോഡിക്ക് ഒരു ടോർക്ക് കൊടുക്കുന്നുണ്ട്. ടോർക്ക് കൊടുത്താൽ അവിടെ ആരുണ്ടാവും? ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ദെർഫോർ എ ആംഗുലാർ ആക്സലറേഷൻ ഈസ് ആക്ടിങ് ഓൺ ദിസ് ബോഡി. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് എഴുതാം? ടോ ബൈ ഐ എന്ന് എഴുതാം. ആംഗുലാർ ആക്സലറേഷൻ ആൽഫ ഈസ് ഈക്വൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ടോ ബൈ ഐ. ഈ ടോ കൊടുക്കുന്ന ആരാണ്? എഫ് ആണ്. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദെർഫോർ ആൽഫ ഈസ് ഈക്വൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻറ്റു എക്സ് ബൈ ഐ എന്ന് എഴുതാം. എഫ് ഇൻറ്റു എക്സ് ബൈ ഐ. ഡൗട്ടില്ലല്ലോ. ഇതാണെന്ത്? ആംഗുലാർ ആക്സലറേഷൻ. ഇനി ഈ ആംഗുലാർ ആക്സലറേഷൻ കാരണം ഇയാൾക്ക് കിട്ടുന്ന റൊട്ടേഷണൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിച്ചൂടെ? റൊട്ടേഷണൽ വെലോസിറ്റി എ ആർ ഈസ് ഈക്വൽ നമുക്ക് ആർ ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ഈ ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എ ആർ ബൈ ആർ എന്ന് എഴുതാം. എ ആർ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ആക്സലറേഷൻ. ഇതിൻ്റെ സംഭവം മനസ്സിലായില്ലേ? എ ഈക്വൽ ടു ആർ ആൽഫ, അതാണ് ഇക്വേഷൻ. ആൽഫ ഈസ് ഈക്വൽ ഞാൻ എഴുതി എ ബൈ ആർ. അത് റൊട്ടേഷണൽ ആക്സലറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആർ എന്നുള്ള സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തു. ഈ ആർ എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ്റെ സബ്സ്ക്രിപ്റ്റ് ആണ്, ഈ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൽഫയ്ക്ക് വരെ ഞാൻ എ ആർ ബൈ ആർ എന്ന് എഴുതി ഈക്വൽ ടു എഫ് എക്സ് ബൈ ഐ. ഡൗട്ടില്ലല്ലോ. ഞാൻ ആ ട്രാൻസ്ലേഷണൽ ആക്സലറേഷൻ്റെ റൊട്ടേഷണൽ ആക്സലറേഷൻ ഡയറക്ഷനോടെ മാർക്ക് ചെയ്യാൻ പോവാണ്. നോക്കാം, ഞാൻ ഇങ്ങനെ എഫ് കൊടുത്താൽ ഉറപ്പാണ് ട്രാൻസ്ലേഷണൽ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ദെർഫോർ ഇതാണ് ട്രാൻസ്ലേഷണൽ ആക്സലറേഷൻ. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ റൊട്ടേഷണൽ ആക്സലറേഷൻ എങ്ങനെ കിട്ടുക നോക്കിക്കേ. ഇതിങ്ങനെ കൊടുത്താൽ ഇതിങ്ങനെ ക്ലോക്ക് വൈസിലല്ലേ കറങ്ങാൻ നോക്കുക. വിച്ച് മീൻസ് റൊട്ടേഷണൽ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ബാക്ക്
ബാക്ക്വേർഡ് ആയിരിക്കും. ദെർഫോർ റൊട്ടേഷണൽ ആക്സലറേഷൻ ഞാൻ എങ്ങോട്ട് വരച്ചു? ബാക്ക്വേർഡ്, AR. ഡൗട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എത്ര ആക്സലറേഷൻ ഉണ്ട്? 2 ആക്സലറേഷൻ, AT മുന്നോട്ടും AR ബാക്കോട്ടും. സ്മോൾ ആർ മതി, AR ബാക്കോട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നെറ്റ് ആക്സലറേഷൻ ഓഫ് ദി പോയിന്റ് P, A നെറ്റ് ഓഫ് പോയിന്റ് P, A നെറ്റ് ഓഫ് പോയിന്റ് P, നെറ്റ് ആക്സലറേഷൻ ഓഫ് പോയിന്റ് P എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ലേ എഴുതാം? AT മൈനസ് AR എന്ന് എഴുതും. AT മൈനസ് AR എന്തുകൊണ്ടാണ് മൈനസ് ആവാൻ കാരണം? ഒരാൾ മുന്നിലേക്കാണ്, അടുത്ത ആൾ ബാക്കിലേക്കാണ്. AT മൈനസ് AR. ഇനി AT എന്താ, AR എന്താ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് AT, F/M. ഇതാണ് എവിടെ? AR ബൈ R ഈക്വൽ ടു FX ബൈ M, വിച്ച് ഇംപ്ലൈസ് AR ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? F/I ഇൻറ്റു XR എന്ന് എഴുതാം. F/I ഇൻറ്റു XR. അങ്ങനെയാണെങ്കിൽ AT മൈനസ് AR ഇത് രണ്ടും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ കിട്ടുക? AT മൈനസ് AR ന് പകരം F/M മൈനസ് F/I ഇൻറ്റു XR. ഇങ്ങനെയല്ല നമ്മൾ എഴുതുക, F/I ഇൻറ്റു XR. ഇനി നമുക്ക് I എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. I എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താ? mk² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore A net is equal to എന്താ കിട്ടുകയെന്ന് പറഞ്ഞാൽ A net is equal to F/M മൈനസ് F/I എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം mk² ആണ്. I എന്ന് പറഞ്ഞാൽ mk² ഇൻറ്റു എക്സ് ഇൻറ്റു ആർ ഇങ്ങനെയല്ലേ വരിക. ഇനി നോക്കിക്കുക, രണ്ടിലും F/M കോമൺ ആണ്. F/M പുറത്തെടുത്തുന്ന കിട്ടുക F/M ഇൻറ്റു 1 മൈനസ് R/K² ഇൻറ്റു എക്സ് എന്ന് കിട്ടും. A net is equal to F/M ഇൻറ്റു 1 മൈനസ് R/K² ഇൻറ്റു എക്സ്. ഇങ്ങനെയല്ലേ കിട്ടുക? ഡൗട്ടില്ലല്ലോ. ഇനി പറയുന്ന കാര്യം ശരിക്ക് ശ്രദ്ധിക്കുക. നോക്കിക്കേ, ഈ F/M ഈ 1 എന്നുള്ള ടേം കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ 1 മൈനസ് R/K² ഇൻറ്റു എക്സ്. ഈ 1 മൈനസ് R/K² ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് ആണെങ്കിൽ, ഈ ടേം പോസിറ്റീവ് ആണെങ്കിൽ A net എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. A net പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ പോസിറ്റീവ് ഡയറക്ഷൻ ആക്കി എടുത്തത്? ATയുടെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ AT മൈനസ് AR എന്ന് എഴുതിയത് അല്ലേ? ഇയാളാണ് നമ്മൾ പോസിറ്റീവ് എടുത്തത്, ഇയാളാണ് നെഗറ്റീവ് എടുത്തത്. വിച്ച് മീൻസ് ദാറ്റ് ഈ ബ്രാക്കറ്റിലുള്ള സാധനം പോസിറ്റീവായി കഴിഞ്ഞാൽ നെറ്റ് ആക്സലറേഷൻ വിൽ ബി ഫോർവേഡ് അല്ലേ? നെറ്റ് ആക്സലറേഷൻ ഓഫ് ദി പോയിന്റ് ഈസ് ഫോർവേഡ്. അപ്പോൾ ഈ ഇനീഷ്യലി ഇയാളിവിടെ വെറുതെ ഇരിക്കുകയാണ് അല്ലേ? ഇനീഷ്യലി ഇയാൾ റെസ്റ്റിലാണ് ഞാൻ പറഞ്ഞു. F കൊടുത്തപ്പോൾ ഇയാളിപ്പോൾ എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി? നെറ്റ് ആക്സലറേഷൻ മുന്നിലേക്കാണെങ്കിൽ ഇയാൾ എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങും? മുന്നിലേക്ക് സ്ലിപ്പ് ചെയ്യും. വിച്ച് മീൻസ് ആർ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ബാക്കിലേക്ക്. സ്ലിപ്പിംഗ് ടെൻഡൻസിയുടെ നേരെ ഓപ്പോസിറ്റ്. വിച്ച് മീൻസ് ദാറ്റ് ഈ ബ്രാക്കറ്റിലുള്ള സാധനം പോസിറ്റീവായി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ബാക്കിലേക്ക് ആക്ട് ചെയ്യും. എന്താ കാരണം? ഫ്ലിപ്പിംഗ് ടെൻഡൻസി മുന്നിലേക്കാണ്. ഈ ബ്രാക്കറ്റിലുള്ള സാധനം നെഗറ്റീവായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ A നെറ്റിൻ്റെ വാല്യൂ നെഗറ്റീവായി കഴിഞ്ഞാൽ അത് ആരുടെ ഡയറക്ഷനാണ്? ARൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇയാൾ എങ്ങോട്ടാണ് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങുക? ബാക്കിലേക്കാണ് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങുക. വിച്ച് മീൻസ് ദാറ്റ് ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? മുന്നിലേക്ക് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇംപ്ലൈസ് ഇഫ് 1 മൈനസ് R/K² ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ 0. 1 മൈനസ് R/K² ഇൻറ്റു എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതിന് കുറച്ച് ഭംഗിയിൽ എഴുതി നമുക്ക് എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ചേ, R/K² ഇൻറ്റു എക്സ് ലെസ് ദാൻ 1. ഞാൻ മാറ്റി എഴുതിയാണിത്. ഈ മൈനസ് അങ്ങോട്ട് പോയി മറ്റേ സാധനം അങ്ങോട്ട് വന്നു. അപ്പോൾ R/K² ഇൻറ്റു എക്സ് ലെസ് ദാൻ 1 എന്നായിട്ട് മാറി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഓർ RX ലെസ് ദാൻ K², അല്ലെങ്കിൽ K² ഗ്രേറ്റർ ദാൻ RX. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. വിച്ച് മീൻസ് ദാറ്റ് ഇയാൾ ടെൻഡൻസി മുന്നിലേക്കാണ്. ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ബാക്ക്വേർഡ് ആക്ട് ചെയ്യും. ഇഫ് K² ഗ്രേറ്റർ ദാൻ RX ഫ്രിക്ഷൻ വിൽ ആക്ട് ബാക്ക്വേർഡ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ഇത് നെഗറ്റീവ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയാൽ A net നെഗറ്റീവാണ്. വിച്ച് മീൻസ് ആ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? മുന്നിലേക്ക്. K² ഗ്രേറ്റർ ദാൻ RX ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് K² ലെസ് ദാൻ RX ഫ്രിക്ഷൻ വിൽ ആക്ട് ഫോർവേഡ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഇനി K² ഈസ് ഈക്വൽ ടു RX ആണെന്ന് വിചാരിക്കുക. K² ഈസ് ഈക്വൽ ടു RX വിച്ച് മീൻസ് ദാറ്റ് A net 0 ആണ്. ദർ ഇസ് നോ സ്ലിപ്പിംഗ് ടെൻഡൻസി. ദർഫോർ ആർ ആക്റ്റീവ് ഇല്ല, ഫ്രിക്ഷൻ ആക്റ്റീവ് ഇല്ല. നോ ഫ്രിക്ഷൻ വിൽ ആക്ട്. ഇനി ഈവൻ ദോ ഇഫ്
the body even though if the surface is rough there will be no friction. Surface rough ആണെങ്കിൽ പോലും അവിടെ ആരും ആക്ട് ചെയ്യില്ല, ഫ്രിക്ഷൻ ആക്ട് ചെയ്യൂല. ഓക്കെ അല്ലേ? കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ എക്സ് ആണെങ്കിൽ ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഈ സിമ്പിളിൻ്റെ നോക്കിയാൽ മതി. കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആർ എക്സ് ആണെങ്കിൽ ഫ്രിക്ഷൻ ബാക്ക്വേർഡ് ആയിരിക്കും. ഈ നമ്മളെ ആ സിമ്പിളില്ലേ, ആ സിമ്പിളിൻ്റെ മൗത്ത് എങ്ങോട്ടാണ് നോക്കിയാൽ മതി. മൗത്ത് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്ക്. മൗത്ത് റൈറ്റിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്ക്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആർ എക്സ് ആണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ബാക്ക്വേർഡ്. കെ സ്ക്വയർ ലെസ് ദാൻ ആർ എക്സ് ആണെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫോർവേഡ്. ഡൗട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ബാക്ക്വേർഡ് ഫോർവേഡ് ആയതൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. സ്ലിപ്പിൻ ടെൻഡൻസി മാറുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് തരും ഈ ബോഡി ഒരു റിംഗ് ആണെന്ന് പറയും, എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്ക് ആണെന്ന് പറയും. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് തരും. ഫോഴ്സ് മുകളിൽ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സെൻട്രൽ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആർ ബൈറ്റിൽ ആക്ട് ചെയ്യും. ഫ്രിക്ഷൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങോട്ടാണ് നോക്കും? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ കൊണ്ടിട്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുക? ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യുക. ഇനി സപ്പോസ് ഈ ഫോഴ്സ് താഴെയാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഫോഴ്സ് ലോവർ ഡയമെട്രിക് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ചെയ്താൽ ദ ഫ്രിക്ഷൻ വിൽ ആക്ട് ബാക്ക്വേർഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ ബാക്ക്വേർഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത് കണ്ണും പൂട്ടി ചെയ്താൻ പറ്റും. അതിനുള്ള കാരണം എന്താ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയുക. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? എന്നെ കോൺടാക്ട് ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഫ്രിക്ഷൻ ഈഫ് ദ ഫോഴ്സ് ആക്ടിങ് ഇസ് ലോവർ ഡയമെട്രിക് പ്ലെയിൻ. ലോവർ ഡയമെട്രിക് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ ഭാഗം, അവിടെയാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദെൻ ഷുവർലി ഫ്രിക്ഷൻ വിൽ ആക്ട് ബാക്ക്വേർഡ്സ്. ഫ്രിക്ഷൻ പിന്നെ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? ബാക്ക്വേർഡിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഡൗട്ടില്ലല്ലോ. അടുത്ത നമ്മൾ റോളിംഗ് മോഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് റോളിംഗ് ബോഡി ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മുകളിൽ റോൾ ചെയ്യുന്ന ബോഡിയുടെ ആക്സലറേഷൻ എന്താണ്, വെലോസിറ്റി എന്താണെന്നൊക്കെയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് റോൾ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇയാളുടെ മുകളിലുള്ള ഫോഴ്സൊക്കെ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം MG ഞാൻ വരയ്ക്കുന്നില്ല. MG വരച്ചിട്ട് റിസോൾവ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഇങ്ങോട്ട് ആരുണ്ടാവുക? ദിസ് ഈസ് MG cos തീറ്റ. ദിസ് വിൽ ബി MG cos തീറ്റ. അത് തീറ്റയാണ്. ഇങ്ങോട്ട് ആരുണ്ടാവുക? MG sin തീറ്റ അല്ലേ? പിന്നെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യും. അടുത്ത ആൾ ഇതൊരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷനുള്ള ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. അടുത്ത ആൾ ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക എന്നറിയണം. ശ്രദ്ധിക്കാം. നിങ്ങളൊരു ബോഡി ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ ആ ബോഡിക്ക് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാനാണ് ടെൻഡൻസി? താഴേക്ക് സ്ലിപ്പ് ചെയ്യാനല്ല ടെൻഡൻസി. ആ സ്ലിപ്പിംഗ് ടെൻഡൻസിയെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ് ആര്? ഫ്രിക്ഷൻ. വിച്ച് മീൻസ് ദാറ്റ് ഈ കേസിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. അപ്പോൾ ഈ ബോഡി താഴേക്ക് റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? മുകളിലേക്ക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഇങ്ങോട്ട് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ഇനി ആ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ആണോ കൈനറ്റിക് ആണോ എന്ന് പറഞ്ഞേ. ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ആണോ കൈനറ്റിക് ആണോ? ഇത് പ്യുവർ റോളിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഫ്രിക്ഷൻ വിൽ ബി സ്റ്റാറ്റിക്. ഞാൻ പ്യുവർ റോളിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. ദർഫോർ ദ ഫ്രിക്ഷൻ വിൽ ബി സ്റ്റാറ്റിക്. ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? മുകളിലേക്ക് ആക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഫ്രിക്ഷൻ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഡൗട്ടില്ലല്ലോ. ഇനി ശ്രദ്ധിക്കാം. ഞാനിതിൻ്റെ ഫോഴ്സ് ഇക്വേഷനും ടോർക്ക് ഇക്വേഷനും എഴുതാൻ പോവാണ്. ശരിക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം N ഈസ് ഈക്വൽ ടു MG cos തീറ്റ അല്ലേ? N ഈസ് ഈക്വൽ ടു MG cos തീറ്റ. കാരണം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകണം. അടുത്തത് ബോഡി താഴേക്കല്ല റോൾ ചെയ്യുന്നത്. ദർഫോർ MG sin തീറ്റ മൈനസ് FS ഈസ് ഈക്വൽ ടു MA. ഇതിൻ്റെ ഫോഴ്സ് ഇക്വേഷനാണ് ഞാൻ എഴുതിയത്. MG sin തീറ്റ മൈനസ് FS ഈസ് ഈക്വൽ ടു MA. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. നമ്മളെന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1. അടുത്തത് ഇതിൻ്റെ ടോർക്ക് ഇക്വേഷൻ. ഇത് ഫോഴ്സ് ഇക്വേഷൻ. അടുത്തത് ഇതിൻ്റെ ടോർക്ക് ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വയ്ക്കാൻ നോക്കുക. നിങ്ങൾ കാണുന്ന ഫോഴ്സ് MG sin തീറ്റ, MG cos തീറ്റ, നോർമൽ റിയാക്ഷൻ. ഈ MG sin തീറ്റ ആണെങ്കിലും MG cos തീറ്റ ആണെങ്കിലും നോർമൽ റിയാക്ഷൻ ആണെങ്കിലും ഒക്കെ ഏത് പോയിന്റ് കൂടെയാണ് കടന്നു പോകുന്നത്? ദേ ആർ ഓൾ പാസിംഗ് ത്രൂ ദി സെൻറ്റർ പോയിന്റ്. വിച്ച് മീൻസ് ദാറ്റ് ദീസ് 3 ഫോഴ്സസ് ക്യാൻ നെവർ എക്സെപ്റ്റ് ടോർക്ക് അബൌട്ട് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ഇവർക്ക് എന്ത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല? ടോർക്ക് കൊടുക്കാൻ പറ്റില്ല. അവിടെ ആകെ ടോർക്ക് കൊടുക്കാൻ പറ്റുന്ന ആൾ ആര് മാത്രമാണ്? ഫ്രിക്ഷൻ മാത്രമാണ്. FS മാത്രമാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇക്വേഷൻ എഴുതിയാൽ ടോ ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു I ആൽഫ. ടോർക്ക് കൊടുക്കുന്ന ആരാ? ഫ്രിക്ഷൻ ആണ്. ദർഫോർ FS ഇൻറ്റു റേഡിയസ് ആറാന്ന് വിചാരിക്കുക. FS ഇൻറ്റു R ഈസ് ഈക്വൽ ടു നമ്മളെങ്ങനെ എഴുതും? I ആൽഫ എന്ന് എഴുതും. FS ഇൻറ്റു R ഈസ് ഈക്വൽ ടു നമ്മളെങ്ങനെ എഴുതുക? I ആൽഫ എന്ന് എഴുതും. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. or FS ഈസ് ഈക്വൽ ടു
ഐ ആൽഫ ബൈ ആർ എന്ന് എഴുതും. ഓർ എഫ് എസ് ഇസ് ഈക്വൽ ടു ഐ ആൽഫ ബൈ ആർ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എങ്ങനെ എഴുതുക? എം കെ സ്ക്വയർ. ആൽഫ ഇതൊരു പ്യുവർ റോളിംഗ് ആണ്. പ്യുവർ റോളിംഗ് ആണെങ്കിൽ റൊട്ടേഷണൽ ആക്സലറേഷൻ്റെയും ആംഗുലാർ ആക്സലറേഷൻ നമ്മുടെ റിലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? എ ഈക്വൽ ടു ആർ ആൽഫ ആയിരിക്കും. ദർഫോർ ഈ ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് എഴുതി? എ ബൈ ആർ എന്ന് എഴുതി. ദർഫോർ ഇക്വേഷൻ എങ്ങനെ വരിക? എം കെ സ്ക്വയർ ഇൻറ്റു എ ബൈ, ഓൾറെഡി ഇവിടെ താഴെ ആറുണ്ട്, ഈ ആൽഫയുടെ എ ബൈ ആർ കൂടി വരുമ്പോൾ എന്ത് വരും? എം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ എന്ന് വരും. എഫ് എസ് ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഈ ഇക്വേഷൻ നമ്പർ 1നെ നിങ്ങൾ ഓൾറെഡി ഒരു ഇക്വേഷൻ നമ്പർ 1 നമ്മൾ വിളിച്ചിട്ടില്ലേ? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഈ ഇക്വേഷൻ നമ്പർ 2നെ നിങ്ങൾ എവിടെ കൊണ്ടിടുക? ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടിടുക. കാരണം ഇക്വേഷൻ നമ്പർ 1ൽ നിങ്ങൾ എഫ് എസ് കാണുന്നുണ്ട്. ഈ എഫ് എസിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? പുട്ട് 2 in 1. പുട്ട് ഇക്വേഷൻ നമ്പർ 2 in 1. നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് പറഞ്ഞേ? എം ജി സൈൻ തീറ്റ മൈനസ് എഫ് എസിന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുത്തു? എം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. ഡൗട്ടില്ലല്ലോ? ഈ ടേമിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവുക. എന്താ കിട്ടുക നിങ്ങൾക്ക്? എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു ഈ ടേം അങ്ങോട്ട് എന്താ കിട്ടുക? 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ബാക്കി എന്താ? 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എം പോയി. Which means that g sin theta is equal to, this implies g sin theta, a is equal to, this implies a is equal to g sin theta divided by 1 plus k square by r square. Therefore, this is the acceleration of a rolling body in an inclined plane. A is equal to g sin theta divided by 1 plus k square by r square. ഇനി ഈ ബോഡി താഴേക്ക് റോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രോബ്ലം ചെയ്തത്. ഇനി ഇത് മുകളിലേക്ക് റോൾ ചെയ്യുകയാണെങ്കിലും ആക്സലേഷൻ എന്താ കിട്ടും? A is equal to g sin theta by 1 plus k square by r square. ഓക്കെ അല്ലേ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ ബോഡി മുകളിലേക്കാണ് റോൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ബോഡി എങ്ങോട്ടാണ് റോൾ ചെയ്യുന്നത്? മുകളിലേക്ക്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷൻ? അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് കിട്ടുക? മുകളിലേക്കാണോ താഴേക്കാണോ കിട്ടുക? ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ഫ്രിക്ഷൻ വിൽ അഗെയിൻ അപ്വേർഡ്. ഈ ബോഡി മുകളിലേക്ക് റോൾ ചെയ്യുമ്പോഴും ഫ്രിക്ഷൻ എങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യും? മുകളിലേക്ക് തന്നെ ആക്ട് ചെയ്യും. എന്താ കാരണം? ഈ ബോഡി നോക്കിക്കേ, ഈ ബോഡി മുകളിലേക്ക് റോൾ ചെയ്യുമ്പോഴും ഈ ബോഡിയുടെ സ്ലിപ്പിംഗ് ടെൻഡൻസി എങ്ങോട്ട് തന്നെയാണ്? താഴേക്ക് തന്നെയാണ്. ഇത് മുകളിലേക്ക് റോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം അല്ലേ? റോൾ ചെയ്യുന്നില്ല, പെട്ടെന്ന് നിന്നു. ആ ബോഡി എങ്ങോട്ട് സ്ലൈഡ് ചെയ്യും? താഴേക്ക്. വിച്ച് മീൻസ് ദാറ്റ് ദ സ്ലിപ്പിംഗ് ടെൻഡൻസി ഓഫ് ബോഡി ഈസ് സ്റ്റിൽ ഡൗൺവേർഡ്. ഈ ബോഡിയുടെ സ്ലിപ്പിംഗ് ടെൻഡൻസി അപ്പോഴും എങ്ങോട്ട് തന്നെയാണ്? താഴേക്ക് തന്നെയാണ്. ആ സ്ലിപ്പിംഗ് ടെൻഡൻസിയാണ് ആര് ഒപ്പോസ് ചെയ്യുക? ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുക. വിച്ച് മീൻസ് ദാറ്റ് ഫ്രിക്ഷൻ വിൽ അഗെയിൻ ആക്ട് അപ്വേർഡ്. ദാറ്റ് ഈസ് പോയിന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു ബോഡി താഴേക്ക് സ്ലൈഡ് ചെയ്താലും ഒരു ബോഡി താഴേക്ക് റോൾ ചെയ്താലും മുകളിലേക്ക് റോൾ ചെയ്താലും ഫ്രിക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുക. പക്ഷേ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ബോഡി സ്ലൈഡ് ചെയ്യുന്ന കേസ് ഡിഫറൻ്റ് ആണ്. നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. താഴേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ മുകളിലേക്കാണ്, മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ താഴേക്കാണ്. പക്ഷേ ഈ കേസിൽ താഴേക്ക് സ്ലൈഡ് ചെയ്താലും മുകളിലേക്ക് സ്ലൈഡ് ചെയ്താലും ഫ്രിക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. അങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഉള്ള ആക്സലേഷൻ ആണ് A is equal to g sin theta by 1 plus k square by r square. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡൗട്ടില്ലല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. v square is equal to u square plus 2as, അല്ലെങ്കിൽ v is equal to നമുക്ക് റൂട്ട് ഓഫ് 2as എഴുതാം. v is equal to നമുക്ക് റൂട്ട് ഓഫ് 2as എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു എ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 2g sin theta by 1 plus k square by r square. എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻ ആണ്. ആ എസിന് വരെ ഞാൻ എൽ എന്ന് കൊടുത്തു. ദർഫോർ ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് 2g sin theta by 1 plus k square by r square ഇൻറ്റു എൽ. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഒരു ഈ ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ കേസിൽ പ്രോബ്ലം ചെയ്യിക്കും. ഹൈറ്റ് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ നോക്കിക്കേ, ഇത് എച്ച് ആണെന്ന് വിചാരിക്കുക. ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ എൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എച്ച് ആണ്. എൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എച്ച്. അപ്പോൾ ഈ സൈൻ തീറ്റ ഇൻറ്റു എല്ലിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. ഓർ ദിസ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് v is equal to റൂട്ട് ഓഫ് 2g h by 1 plus k square by r square. root of 2gh by 1 plus k square by r square. ഡൗട്ടില്ലല്ലോ? ഇത് രണ്ടും ആരുടെ ഇക്വേഷൻ ആണ്? വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2g sin theta by 1 plus k square by r square into l or root of 2gh by 1 plus k square by r square. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടൈമിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ടൈം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2s by l. 2s by a. ടൈം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2s by a. ദാറ്റ് ഈസ് ഈക്വൽ ടു 2s by a എന്ന് പറഞ്ഞാൽ എന്താ? g sin theta by 1 plus k square by r square. a എന്ന് പറഞ്ഞാൽ g sin theta by 1 plus k square by r square വരും, മുകളിൽ വരും. അപ്പോൾ ഇൻറ്റു 1 plus k square by r square. ഇക്വേഷൻ ആയി, ടൈമിൻ്റെ ഇക്വേഷൻ ആയി. ഓക്കെ അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എച്ചിൻ്റെ ടേംസിൽ എഴുതണ്ട, ഇതന്നെ മതി. റൂട്ട് ഓഫ് 2s by g sin theta into 1 plus k square by r square. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ?
ഇനി അടുത്തത് കണ്ടീഷൻ ഓഫ് പ്യുർ റോളിംഗ് ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ പ്യുർ റോളിംഗ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ. എപ്പോഴും ഒരു ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ പ്യുർ റോളിംഗ് ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് ഇംപ്യുർ റോളിംഗ് ആയിരിക്കും. എപ്പോഴൊക്കെയാണ് ഒരു ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ പ്യുർ റോളിംഗ് ആവുക എന്നാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഡൗട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാം പ്യുർ റോളിംഗ് ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എസ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എൻ എന്ന് എഴുതാം. എഫ് എസ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എൻ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എഫ് എസിൻ്റെ ഇക്വേഷൻ എഴുതണം. എഫ് എസിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ എഴുതി വെച്ചിരുന്നു. എഫ് എസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എഫ് എസിൻ്റെ ഇക്വേഷൻ എഫ് എസ് ഈസ് ഈക്വൽ ടു നമ്മളൊരു ബോക്സിലൊക്കെ ആക്കി എഴുതിയത് ഓർമ്മയുണ്ടോ? തൊട്ട് മുന്നേ നമ്മൾ എന്താ എഴുതി? എഫ് എസ് ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ. ഇതാണ് നമ്മൾ എഫ് എസിൻ്റെ ഇക്വേഷൻ എഴുതിയത് അല്ലേ? ഇത് നമ്മൾ ആരെ വാല്യൂ കണ്ടുപിടിച്ചിരുന്നു? എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഞാൻ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറഞ്ഞ സംഭവം ജി സൈൻ തീറ്റ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ അല്ലേ? എ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത്. ആക്സലറേഷൻ ഇൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഡൗട്ടില്ലല്ലോ. ഇനി ശ്രദ്ധിച്ചേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? എം കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ജി സൈൻ തീറ്റ ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റൊക്കെ ഒഴിവാക്കി നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നറിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് കിട്ടും. എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. Therefore this is the value of friction of pure rolling in inclined plane. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ ഒരു ബോഡി പ്യുർ റോളിംഗ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ ആണ് എഫ് എസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. ശ്രദ്ധിക്കണം, ഇവിടെ ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ ആണ്. നിങ്ങൾ ബ്രാക്കറ്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ തിരിഞ്ഞ് എന്തായിട്ട് മാറും? ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്നായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ എഫ് എസിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? Therefore നമുക്ക് എന്താ കിട്ടുക? Therefore നമുക്ക് എന്ത് കിട്ടും? എഫ് എസിന് പകരം ഞാനിവിടെ വാല്യൂ കൊടുക്കാൻ പോവാണ്. എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു മ്യൂ എസ് എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ എൻ എന്ന് പറഞ്ഞാൽ എം ജി കോസ് തീറ്റ ആണ്. Therefore എന്നിന് വേറെ ഞാൻ എന്ത് കൊടുത്തു? എം ജി കോസ് തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ എം ജി പോയി വിച്ച് മീൻസ് ദാറ്റ് എന്ത് കിട്ടും? നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇങ്ങോട്ട് വന്നു 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് എന്ന് കിട്ടും. ഓർ മ്യൂ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. Therefore ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ബോഡി എന്ത് എക്സിക്യൂട്ട് ചെയ്യുക? പ്യുവർ റോളിംഗ് എക്സിക്യൂട്ട് ചെയ്യുക. പ്യുവർ റോളിംഗ് ആയത് കാരണമാണ് ഇവിടെ എന്തെടുത്തത്? നമ്മൾ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എടുത്തത്, കണ്ടീഷൻ കൊടുത്തത് അല്ലേ? വിച്ച് മീൻസ് ദാറ്റ് ഫോർ എ ബോഡി ടു എക്സിക്യൂട്ട് പ്യുവർ റോളിംഗ് ഇൻ എ inclined plane mu s greater than or equal to tan theta by 1 plus r square by k square എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഡൗട്ടില്ലല്ലോ. ഒരു ബോഡി പ്യുവർ റോളിംഗ് ആണോ ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇത്. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് എ റോളിംഗ് ബോഡി. നിങ്ങൾ NCERT ടെക്സ്റ്റിൽ കൊടുത്ത ടോപ്പിക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ഒരു റോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്ലേഷനുണ്ട്, റൊട്ടേഷനുണ്ട്. അപ്പോൾ അയാളുടെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ ആയിരിക്കും. ഡൗട്ടില്ലല്ലോ. ഇതാണ് അയാളുടെ ടോട്ടൽ കൈനറ്റിക് എനർജി. ഇനി കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എം വി സ്ക്വയർ എഴുതാം. കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എന്താ? എം കെ സ്ക്വയർ. നിങ്ങൾക്കറിയാം പ്യുവർ റോളിംഗ് ആണെങ്കിൽ വി ഈക്വൽ ടു ആർ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ബൈ ആർ. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. നോക്കിക്കേ, രണ്ട് ടേമിൽ ആരാ കോമൺ? ഹാഫ് എം വി സ്ക്വയർ കോമൺ ആണ്. which means that kinetic energy total is equal to half mv square into 1 plus k square by r square. Half mv square into 1 plus k square by r square. Therefore this is the total kinetic energy of a rolling body. ഒരു roll ചെയ്യുന്ന ബോഡിയുടെ ടോട്ടൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇനി നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുക, ഒരു സ്ഫിയർ റോൾ ചെയ്യുന്നു, ഒരു സിലിണ്ടർ റോൾ ചെയ്യുന്നു, ഒരു ഡിസ്ക് റോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അതിൻ്റെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി തരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ മാറ്റി എടുത്താൽ മതി. റിംഗ് ആണെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ 1 ആണ്. ഡിസ്ക് ആണെങ്കിൽ 1/2 ആണ്. ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 ആണ്. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 ആണ്. അങ്ങനെ മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ഡൗട്ടില്ലല്ലോ. therefore this is the total kinetic energy of a rolling body. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെയൊക്കെ റേഷ്യോ ചോദിക്കും. റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ ബൈ കൈനറ്റിക് എനർജി ടോട്ടൽ കൈനറ്റിക് എനർജിയുടെയും ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയും റേഷ്യോ.
ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി നിങ്ങൾക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി ഇപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിച്ചു, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഹാഫ് എം വി സ്ക്വയർ പോയി, ബാക്കി എന്താ കിട്ടുക, 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. 1 ഡിവൈഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. Therefore this is the ratio of ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി. ഇനി ഇതിനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. കാരണം നമുക്കറിയാവുന്നത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. നമുക്ക് നേരിട്ട് അറിയാവുന്നത് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ സ്ഫിയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ഫിയറിൻ്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കൊടുക്കുക. ഡിസ്ക് ആണെങ്കിൽ ഡിസ്കിൻ്റെ കൊടുക്കുക. അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. Therefore this is the ratio of translational kinetic energy and total kinetic energy. ഇനി അടുത്തത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ കൈനറ്റിക് എനർജിയും റേഷ്യോ നോക്കാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി റൊട്ടേഷൻ ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജി എന്താ, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആണ്. ഇനി ഹാഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം, ഐ എന്ന് പറഞ്ഞാൽ എന്താ എം കെ സ്ക്വയർ, ഒമേഗ എന്ന് പറയുമ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഡൗട്ടില്ലല്ലോ, ഹാഫ് പോയി എം പോയി വി സ്ക്വയർ പോയി വിച്ച് മീൻസ് ദാറ്റ് എന്താ കിട്ടുക, കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, കെ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. Therefore this is the ratio of rotational kinetic energy by total kinetic energy. Rotational kinetic energy by total kinetic energy, k square by 1 plus k square by r square. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ 1 by 1 plus k square by r square. റൊട്ടേഷൻ ആണെങ്കിൽ k square by 1 plus k square by r square. ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ലേഷണൽ ബൈ റൊട്ടേഷൻ കണ്ടുപിടിക്കാനാണ്. ട്രാൻസ്ലേഷൻ ബൈ റൊട്ടേഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. അടുത്തത് കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി റൊട്ടേഷൻ. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ. കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും, ഇനി കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ ബൈ കൈനറ്റിക് എനർജി റൊട്ടേഷൻ. കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ. കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എം കെ സ്ക്വയർ, ഒമേഗ എന്ന് പറയുമ്പോൾ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എം പോയി വി സ്ക്വയർ പോയി വിച്ച് മീൻസ് ദാറ്റ് എന്താ കിട്ടുക, എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. 1 ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഡൗട്ടില്ലല്ലോ. Therefore this is the kinetic energy translation divided by kinetic energy rotation. 1 divided by k square by r square. അപ്പോൾ ഈ മൂന്ന് റേഷ്യോ ഒന്ന് ഓർത്തിരിക്കുക, സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ട്രാൻസ്ലേഷൻ ബൈ ടോട്ടൽ ആണെങ്കിൽ 1 by 1 plus k square by r square. റൊട്ടേഷൻ ബൈ ടോട്ടൽ ആണെങ്കിൽ k square by 1 plus k square by r square. ട്രാൻസ്ലേഷൻ ബൈ റൊട്ടേഷൻ ആണെങ്കിൽ 1 by k square by r square. ആണെങ്കിൽ r square by k square എന്ന് എഴുതാം, പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മളെ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. റോളിംഗ് മോഷൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫ്രം ദി ബേസിക്സ് ടു ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ. ഏത് ലെവലിലുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് എക്സാമും അറ്റൻഡ് ചെയ്യാൻ, റോളിംഗ് മോഷൻ്റെ ഏത് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ ഈ പറഞ്ഞ 4 വീഡിയോ അല്ലെങ്കിൽ 5 വീഡിയോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇതിലെടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പ്രശ്നമില്ലല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഇനി ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രിക്ഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷൻ്റെ തന്നെ ക്ലാസ് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.